ഇസ്ലാം ടു ക്രോസ് റോഡ്സ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അടയാളപ്പെടുത്തി. എല്ലാ വിദ്യാഭ്യാസവും പാശ്ചാത്യമാകട്ടെ പൗരസ്ത്യമാകട്ടെ, വിദ്യാഭ്യാസങ്ങളിലെ കാഴ്ചപ്പാടുകൾ മുഴുവനും സ്ഥാപിതമായ ചില താൽപര്യങ്ങളിലേക്ക് മാത്രം വഴിമാറുകയും സാംസ്കാരികമായ മാനദണ്ഡങ്ങളെ മുഴുവനും മാറ്റിവെക്കുകയും ചെയ്തപ്പോൾ അവരാണ് സംസ്കാരങ്ങളെ മറികടന്നിട്ട് കേവലമായ ഇമിറ്റേഷൻസിലേക്ക് മാത്രം മാറിപ്പോയതെന്ന് ഇസ്ലാമിനെ അടുത്തറിയാൻ നിയോഗം ലഭിച്ച മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാം ആശ്ലേഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച മുഹമ്മദ് അസദ് അകലെ നിന്ന് മനസ്സിലാക്കി അടുത്തുവന്ന് ആലിംഗനം ചെയ്തപ്പോൾ ആംഗലേയ ഭാഷയിൽ അടയാളപ്പെടുത്തിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവനും മദീനയിലേക്ക് ചേർത്തു വെക്കുമ്പോഴാണ് നമ്മുടെ ഇസ്ലാം സമ്പൂർണമാകുന്നത്. അൽ ഈമാനു യരിദു ഇലൽ മദീന കമാ തരിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. കയ്യേറ്റത്തിന്റെയും പ്രതിധ്വാനത്തിന്റെയും അലമാലകളെ എവിടെ നിന്നെങ്കിലും കേൾക്കുമ്പോഴേക്ക് ആത്മരക്ഷയുടെ ഗേഹമായി മടയിലേക്ക് മടങ്ങാൻ വെമ്പൽ കൊള്ളുന്ന പാമ്പിനെ പോലെയാണ് കാലത്തിന്റെ കയ്യേറ്റങ്ങൾ സംസ്കാരത്തിന്റെ കഴുത്തറുക്കുമ്പോ മതത്തിന്റെ സംസ്കാരമേതാണെന്ന് തിരിച്ചറിയാനുള്ള തലസ്ഥാനമേതാണ്? മദീനയാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അനുചരന്മാരുടെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന അമാനത്താണ് നിങ്ങളുടെ മക്കൾ. അവരുടെ മനസ്സിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബികൾ അത് ഏറ്റെടുക്കുകയായിരുന്നു. ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ ഇസ്ലാമിന്റെ ശരിയുടെ നേരിന്റെ വഴിയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ, അവനെ ചെറുപ്പകാലത്തിലെ ഇസ്ലാമിക നിഷ്ഠയിൽ അധിഷ്ഠിതമായ പാഠഭാഗങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടുപോകണം. മദീനയാണ് മുഴുവൻ മോചനത്തിന്റെയും തലസ്ഥാനം. അതുകൊണ്ട് രോമന പൈതലിന്റെ മനസ്സിൽ ആദ്യം അടയാളപ്പെടുത്തേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. കാരണം ആസ്ഥാന നഗരിയിലെ ഭരണാധികാരിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരണം. അതേ സമയത്ത് അവൻ ജനിച്ചു വീഴുമ്പോഴേക്ക് ടെലിവിഷൻ ചിത്രങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വീണാൽ അവന്റെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ചിത്രങ്ങൾ അപകടകരമായിരിക്കും. അതവന്റെ സ്വഭാവ രൂപീകരണത്തിൽ മാറ്റമുണ്ടാക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സഹവാസത്തിന്റെ മൂല്യമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസദസ്സിൽ അവിടുത്തെയോട് സഹവസിച്ചവർ സ്വഹാബികളാണ്, ഏറ്റവും വലിയ വെളിച്ചം ലഭിച്ചവർ. ഇനി ആ സ്വഹാബികളോടുള്ള സഹവാസത്തിന് നിയോഗം ലഭിച്ചവർ അവർ താബിഉകളാണ്, ഉത്തമ നൂറ്റാണ്ടിന്റെ സന്നിധിയിൽ ജീവിച്ചവർ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എന്ന പവർ ഹൗസിനോട് അടുത്തു വരുന്തോറും മൂല്യം വർദ്ധിക്കുന്നതായിട്ടാണ് ഇസ്ലാമിക കലണ്ടറിന്റെ കാഴ്ചപ്പാടുകൾ. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ അവഗണിക്കുകയും കേവലമായ പരിഷ്കാരത്തിന് വശംവദരാവുകയും ചെയ്യുമ്പോ നമ്മുടെ മക്കളുടെ മനസ്സിലെ ഇഷ്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യങ്ങളിൽ നിന്ന് മാറി, ഇസ്ലാമിന്റെ താല്പര്യങ്ങളിൽ നിന്ന് മാറി ഭൗതികതയുടെ താല്പര്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം മരിക്കുന്നത് കേവലമായ ഒരു സ്ഫോടനത്തിലൂടെയല്ല, സുന്നതൻ വസുന്ന. ഇസ്ലാം മരിക്കുന്നത് കേവലം ഒരു സ്ഫോടനത്തിലൂടെയല്ല, ഇസ്ലാം മരിക്കുന്നത് കേവലം ഒരു പ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. ഓരോരോ സുന്നത്തുകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ട് അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഇലാഹി ദാനം ഈ ഭൂമിയിൽ നിന്ന് അസ്തമിച്ചു തുടങ്ങുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ സുന്നത്തുകളുടെ സ്ഥാനത്തേക്ക് പരിഷ്കാരങ്ങൾ കടന്നു കയറിയിട്ട്
നമ്മുടെ സമൂഹത്തെ മുഴുവനും സ്വാധീനിക്കുകയാണ്. ടെലിവിഷനിലൂടെ കാണുന്നത് മതമായി മാറുന്ന കാലം, ടെലിവിഷനിലെ മുഫ്തി വലിയ പണ്ഡിതനാകുന്ന കാലം, ടെലിവിഷനിൽ പരസ്യമുള്ള പുസ്തകം ഫതാവയായി പരിഗണിക്കപ്പെടുന്ന കാലം, ടെലിവിഷനിലൂടെ വഅദ് പറയുന്ന മുസ്ലിയാരെ എല്ലാവരെക്കാളും വലിയ ആലിമുൽ അല്ലാമയായി വിലയിരുത്തപ്പെടുന്ന കാലം, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അബദ്ധ നിർഭരമാണെങ്കിലും അത് സുബദ്ധമാണെന്നും പ്രാമാണികമാണെന്നും സാധാരണക്കാര് വിലയിരുത്തിയിട്ട് കമ്പോളങ്ങൾ കൈയടക്കുന്ന കാലം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും വലിയ പ്രമാണമായി കാണുന്നത് മാസപ്പിറവി കാണാനുള്ള മാനദണ്ഡം ടെലിവിഷനിലെ പ്രഖ്യാപനമായി മാറി. അതുപോലെ തന്നെ ആത്മീയ വിഷയങ്ങളുടെ പരിഹാരം ടെലിവിഷനിലെ മൗലവി പറയുന്നതായി മാറി. അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ സ്ക്രീനിലൂടെ പറയുന്ന മുഫ്തിയിലേക്ക് മാറ്റിവെക്കുന്ന അവസരത്തിലേക്ക് നാം എത്തി. എന്നാൽ നാം സ്വീകരിക്കേണ്ടത് എന്താണ്? ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആത്മബന്ധം പുലർത്താനുള്ള ആത്മീക വഴികളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ഇസ്ലാം നമ്മളിൽ സമ്പൂർണമാവുക. അതുകൊണ്ട് ഇത്തരം ഉപകരണങ്ങളുടെ മുഴുവനും പോസിറ്റീവ് തലങ്ങളെ നമ്മുടെ സാങ്കേതിക വിവരാന്വേഷണ മേഖലകളിൽ ഉപയോഗപ്പെടുത്തണ്ടാന്ന് അടിമുടി നിഷേധിക്കുകയല്ല, അതിന്റെ നെഗറ്റീവ് തലങ്ങളെ പഠിച്ചു വന്നാൽ നമ്മുടെ ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ അത് അനിവാര്യമാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സമുദായത്തിന്റെ മുഴുവനും അധപ്പതനത്തിന്റെ കാലഘട്ടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോ ഇവിടെയും സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ്യാപകമായി മദ്യം ഉപയോഗിക്കപ്പെടുന്ന കാലം, പാട്ടുകാരികൾക്ക് വേണ്ടി സന്ധ്യകൾ ഉപയോഗപ്പെടുത്തുന്ന കാലം, അതുപോലെ തന്നെ സുന്ദരികളായ സുന്ദര ശബ്ദമുള്ള വനിതകളുടെ ഗാനമേളകൾക്ക് വേണ്ടി സമുദായത്തിന്റെയും ഈ സമൂഹത്തിന്റെയും ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലം വരുമ്പോൾ മുൻഗാമികളായ ആളുകൾക്ക് സംഭവിച്ച ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ കാലഘട്ടത്തിൽ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായിരിക്കില്ലേ? പാട്ട് കേൾക്കുകയും തോന്നിവാസങ്ങളിലേക്ക് പോവുകയും അതുപോലെ തന്നെ വേണ്ട വൃത്തികൾക്ക് വേണ്ടി സമയം കളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായാൽ അവിടുന്ന് ദുരന്തങ്ങളുടെ കാലമാണ് വരാനിരിക്കുന്നത്. കോലം മറിച്ചിലിന്റെയും അതുപോലെ തന്നെ ഭൂമി വിഴുങ്ങലിന്റെയും കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന സഹധർമ്മിണിയുടെ ചോദ്യം, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായിരിക്കുമോ? അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഓ ആയിഷ, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും ആധികാരികമായ വചനത്തിന്റെ മൊഴി നടത്തുന്നവരെന്ന് മാത്രമല്ല, അവര് നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിരിക്കെ തന്നെ അവര് തെറ്റുകളിലേക്ക് ചേക്കേറുന്നവരാണ്. ആസ്വാദ്യജനകമായ ജീവിതത്തിനു വേണ്ടി അന്നുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ശ്രമങ്ങൾ മുഴുവനും നടക്കേണ്ടത് എല്ലാ വികാസങ്ങളെയും സാധ്യതകളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി അല്ലാഹുവെക്കുറിച്ചുള്ള വിചാരം അടയാളപ്പെടുത്തിയാലല്ലാതെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താണ്? മുമ്പ് തെറ്റുകളിലേക്ക് പോകേണ്ട കാലമായിരുന്നു. സിനിമ കാണണമെങ്കിൽ ടാക്കീസിലേക്ക് പോകേണ്ട കാലം, അതിന് പോകണമെങ്കിൽ ക്യാഷ് സംഘടിപ്പിക്കാൻ പ്രയാസമുള്ള കാലം.
ഇന്ന് കൈവെള്ളയിലേക്ക് സിനിമ വരുന്ന കാലമാണ്. അവന്റെ കേവലം ഒരു കൈബട്ടൻ അമർത്തിയാൽ സിനിമ തെളിയുന്ന കാലമാണ്. അരമനയുടെ അകത്തളത്തിലേക്ക് സിനിമകൾ കടന്നു വരുമ്പോൾ അവിടെ കാണാതിരിക്കണമെങ്കിൽ അനിവാര്യമായി വേണ്ടതെന്താണ്? ഹുദൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാഹ്. അല്ലാഹുവെ കുറിച്ചുള്ള വിചാരത്തെ അടയാളപ്പെടുത്താതെ ധർമ്മ സമൂഹത്തെ സാധിച്ചെടുക്കാൻ കഴിയില്ല. പണ്ട് സിനിമ കാണണമെങ്കിൽ പ്രയാസം അനുഭവപ്പെടണം. എന്നാൽ ഇന്ന് കൈവെള്ളയിലേക്ക് സിനിമ വരുമ്പോൾ ഇതെനിക്ക് കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ കഴിയണമെങ്കിൽ അവന്റെ ഉള്ളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തപ്പെടേണ്ടത്. പണ്ട് വ്യഭിചാരശാലകളില്ലായിരുന്നു, വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങൾ ഇല്ലായിരുന്നു. ഇന്ന് സ്ത്രീകൾ മാടി വിളിക്കുന്ന കാലമാണ്. ഡൽഹിയിലും ബോംബെയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലാം ചുവന്ന തെരുവുകളുള്ള കാലമാണ്. പെണ്ണുങ്ങൾ വൈകുന്നേരം തെരുവിലേക്ക് ഇറങ്ങിയിട്ട് മാടി വിളിക്കുന്ന കാലമാണ്. ഇവിടെ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ എന്തു ചെയ്യണം? വിദേശ രാജ്യങ്ങളിലെ സ്റ്റാർ ഹോട്ടലുകളുടെ കൗണ്ടറിൽ പെൺകുട്ടികളുടെ ഫോട്ടോ അടങ്ങുന്ന ആൽബമുള്ള കാലമാണ്. അപ്പോൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഏതു പെണ്ണിനെ വേണമെന്ന് ആൽബത്തിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ ആരുമറിയാതെ അരമനയിലേക്ക് പെണ്ണ് വരുന്ന കാലമാണ്. ഇവിടെ സൂക്ഷിച്ചു ജീവിക്കാൻ ഏതു ഘടകമാണ് വേണ്ടത്? പണ്ട് കള്ളി ഷോപ്പുകൾ കുളവായിരുന്നു, പോകണമെങ്കിൽ തന്നെ പ്രയാസമായിരുന്നു. ഇന്നങ്ങനെയല്ല. സുന്ദരികളായ പെണ്ണുങ്ങൾ കള്ളുകോപ്പകളുമായി ആദരവോടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഏത് വേണമെന്ന് ഫ്ലൈറ്റിൽ വെച്ച് ബഹുമാനത്തോടെ ചോദിക്കുന്ന കാലമാണ്. ഇവിടെ അത് വേണ്ടാന്ന് തീരുമാനിക്കാൻ അവനെ നിയന്ത്രിക്കുന്ന ഘടകമേതാണ്? അതിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഓരോ വിഷയങ്ങളെയും ഓരോരോ വിഷയങ്ങളായി ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം എന്റെ മകൻ വേശ്യാവൃത്തികൾ ചെയ്യുന്നവരുടെ നടുവിലേക്ക് എത്തിയാൽ രക്ഷപ്പെടാൻ എന്തു ചെയ്യണം? എന്റെ മകൻ ബ്രിട്ടീഷ് എയർവേസിൽ യാത്ര ചെയ്യുകയാണ്. മലയാളികൾ ആരുമില്ല, പരിചയക്കാരാരുമില്ല, ഉള്ളവരെല്ലാം ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നവരാണ്. അവിടെ എനിക്ക് വേണ്ടാന്ന് വിസമ്മതം പറയാൻ അവന് കൊടുക്കേണ്ട അടിസ്ഥാനപരമായ മരുന്നേതാണ്? അതുപോലെ യാത്ര ചെയ്യുന്ന വാഹനത്തിലും ഫ്ലൈറ്റിലും എല്ലാം സിനിമകൾ തെളിയുന്ന കാലമാണ്. അതിൽ നിന്ന് എന്റെ മകന്റെ കണ്ണു മാറ്റിവെക്കാൻ എന്തു ചെയ്യണം? അവിടെയാണ് നമ്മുടെ അന്വേഷണം നടക്കേണ്ടത്. അതാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. പരിശുദ്ധനായ അല്ലാഹുവെ കുറിച്ചുള്ള വിചാരം കൊണ്ടല്ലാതെ സമൂഹത്തെ സമുദ്ധരിക്കാൻ സാധ്യമല്ല. അല്ലാഹു കാണുന്നുണ്ട് എന്ന വിചാരം, അല്ലാഹു അറിയുന്നുണ്ടെന്ന വിചാരം, ഈ വിചാരത്തിനല്ലാതെ മനുഷ്യ സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. വിശേഷിച്ചും ഈ കാലത്ത് തെറ്റുകൾ ഇങ്ങോട്ട് വരുന്ന കാലം. പണ്ട് തെറ്റുകളിലേക്ക് സഞ്ചരിക്കേണ്ട കാലമായിരുന്നു. ഇന്ന് തെറ്റുകൾ ഇങ്ങോട്ട് വരുന്ന കാലമാണ്. ഇവിടെ നിയന്ത്രിക്കപ്പെടണമെങ്കിൽ ഇലാഹി വിചാരമുണ്ടാകണം, അല്ലാഹുവെ കുറിച്ചുള്ള ബോധമുണ്ടാകണം, പടച്ചവനെ കുറിച്ചുള്ള ചിന്തകൾ ഓരോ മനുഷ്യന്റെയും പക്കലുണ്ടാകണം. അതിനുള്ള നേതാവാരാണ്? യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവന്റെ മനസ്സിന്റെ ഉള്ളിലിരുന്ന് അവനെ തെറ്റു ചെയ്യരുതെന്ന് നിയന്ത്രിക്കുവാനുള്ള ഒരു നേതാവുണ്ട്. ആ നേതാവാരാണ്? ആ നേതാവിന്റെ പേരാണ് ഒരു കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അവരെ തസ്കിയത്ത് നടത്തുന്ന നേതാവ്, അവരെ സംസ്കരിക്കുന്ന നേതാവ്, അവരെ ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവാണ് യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ
മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അബദ്ധസഞ്ചാരത്തിന്റെ ഇന്നലകളാണ് പ്രൊഫൈലിൽ തെളിയുന്നതെങ്കിലും ഇനി അങ്ങോട്ട് അവരെ മുഴുവനും നല്ലതിന്റെ വഴിയിൽ കൊണ്ടുപോകാനുള്ള നേതാവരാണ് മദീനയിലെ രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുദാ കി റസാ ചാഹതേ ഹൈ ദോ ആലം ഖുദാ ചാഹതാ ഹൈ റസായേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ അത്തിവാരങ്ങളിൽ നിന്നാണ് അല്ലാഹുവോടുള്ള അതിസൂക്ഷ്മതയുടെ വിലാസങ്ങൾ രൂപപ്പെടുകയെന്ന് മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ അടയാളപ്പെടുത്തുകയും പരിശുദ്ധമായ ഖുർആൻ ബോധവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മടങ്ങാനുള്ള മാതൃകയുടെ മണിമകുടമണിയുന്ന മദീനയുടെ മലർവനിയിലെ രാജാവ് വർണ്ണനകൾക്ക് വഴങ്ങാത്ത, വാചകങ്ങളിൽ ഒതുങ്ങാത്ത, അഭിധാനങ്ങളുടെ പരിധിയിൽ എവിടെയും നിൽക്കാതെ ലോകവ്യാപകമായ പ്രകീർത്തനത്തിന്റെ പ്രപഞ്ചങ്ങളെ മുഴുവനും ഒരു മദീനയുടെ ഗുംബദേ ഖസ്റാഇന്റെ കീഴിലേക്ക് വലിച്ചൊതുക്കിയ ലോകത്തിന്റെ നേതാവ് ഹബീബി വമലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ നിർദ്ധാരണത്തിനല്ലാതെ ലോകത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ സ്വാധീനം ചെലുത്തിയ ഒരുപാട് അബദ്ധധാരണകളുടെയും തെറ്റായ പ്രവണതകളുടെയും ആധുനിക ഭാവങ്ങളെ അടയാളപ്പെടുത്താനുണ്ട്. എന്നാൽ ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും ടെലിവിഷന്റെയും സ്വാധീനങ്ങൾ മനുഷ്യനെ ഏതൊക്കെ തെറ്റിലേക്കാണോ കൊണ്ടുപോകുന്നത്, ആ തെറ്റുകളുടെ മുഴുവനും വിളനിലത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിച്ചത്തിന്റെ രേഖകളെ അടയാളപ്പെടുത്തിയിട്ട് മാനവിക ലോകത്തെ മുഴുവനും വിജയത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് മടങ്ങാനുള്ള കേന്ദ്രമേതാണ്? സബ്സെ അലാ വൗലാ ഹമാരാ നബി. എല്ലാ ഔന്നത്യങ്ങളുടെയും കടപ്പാടുകളുടെയും തലസ്ഥാനമാണ് മദീന. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ജമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ബനെ ദോ ജഹാ തുമാരേ ലിയേ. കാലത്തിന്റെ കാൽവെപ്പുകളുടെയും ഇടത്തിന്റെ ഇടപാടുകളുടെയും ഗതിമാറ്റത്തിന്റെയും ഋതുമാറ്റത്തിന്റെയും ഭാവഭേദങ്ങളുടെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളിലേക്കാണ് ബന്ധപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തുന്നതെങ്കിൽ ആ ഹബീബ് ഇരിക്കുന്നത് എവിടെയാണ്? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇതിന്റെ അപകടകരമായ സ്വാധീനങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കണം. നമ്മുടെ മക്കളിലേക്ക് ഇസ്ലാമിനെ പ്രവേശിപ്പിക്കുന്നതിന് പകരം ആധുനികതയെ പ്രവേശിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നതിന് പകരം താരങ്ങളെ അറിയാൻ അവസരം കൊടുത്തു. ഇസ്ലാമിന്റെ പാഠഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് പകരം സമകാലിക ലോകത്തിന്റെ തെറ്റുകളിലേക്കും അരുതായ്മകളിലേക്കും അവരെ നാം കുടിയിരുത്തുകയും കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് ഇന്റർനെറ്റിന്റെ അന്തർവലയത്തിൽ കുടുങ്ങി തെറ്റുകളിലേക്ക് പോകുന്നതിന്റെ പത്രവാർത്തകൾ എണ്ണിപ്പറഞ്ഞാൽ ഇവിടെ അവസാനിക്കുകയില്ല. സീമകൾ മുഴുവനും ലംഘിച്ച് തെറ്റുകളുടെ ലോകത്തേക്ക് കടന്നു പോകാൻ പുതിയ സമുദായത്തെ അല്ലെങ്കിൽ പുതിയ സമൂഹത്തെ സ്വാധീനിക്കുന്നത് ഇത്തരം സാങ്കേതിക സൗകര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന്റെ ശാസ്ത്രീയമായ മാനങ്ങളെയും സാമൂഹികമായ വാർത്താ വൃത്താന്തങ്ങളെയും പറഞ്ഞ് ഈ രാവിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു